ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായവരിൽ അന്വേഷണം ഒതുങ്ങില്ലെന്നും ഇന്ത്യയിലുടനീളം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ പദ്ധതിയിട്ട ഒരു വൻ തീവ്രവാദ ശൃംഖലയുടെ പ്രധാന കണ്ണികളാണ് പിടിയിലായ ഡോക്ടർമാർ എന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. സ്ഫോടക വസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും പിടിയിലായ ഡോക്ടർ ആദിലും ഡോക്ടർ മുസമ്മലും ഈ വർഷം തുർക്കി സന്ദർശിക്കുകയും അവിടെ വെച്ച് തങ്ങളുടെ ബോസുമായി കൂടിക്കാഴ്ച നടത്തിയതായും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ബോസ് ആരാണെന്ന കാര്യം ഏജൻസികൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ആദിലിനും മുസമ്മലിനുമൊപ്പം അറസ്റ്റിലായ 2 വനിതാ ഡോക്ടർമാർ തമ്മിലുള്ള 400-ലധികം എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഇതിൽ പണം കൈമാറ്റം, മറ്റ് സൗകര്യങ്ങൾ, സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച നടന്നതായി തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഒരാൾക്ക് 2023-നും 2024-നും ഇടയിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നും ഖത്തറിലെ ദോഹയിൽ നിന്നും ഡിജിറ്റൽ വാലറ്റുകൾ വഴി നിരവധി തവണ വിദേശ പണം ലഭിച്ചതായും വ്യക്തമായ രേഖകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇത് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് ആണെന്നാണ് കരുതപ്പെടുന്നത്. 2 പേരും ബംഗ്ലാദേശിലെ ധാക്ക മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പൂർത്തിയാക്കിയത്. ഈ ശൃംഖല വളരെ സങ്കീർണവും ഡിജിറ്റൽ വൈദഗ്ധ്യമുള്ളതും വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതുമാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. ഈ വിവരങ്ങളെല്ലാം ഒരു വലിയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രഹസ്യ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പ്രതികളുടെ തുർക്കി ഖത്തർ ബന്ധങ്ങളും സംഘത്തിന് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കായി പണം ലഭിച്ചതിന്റെ ഉറവിടവും പരിശോധിച്ചു വരികയാണ്. അപകടകരമായ ഈ സ്ലീപ്പർ സെൽ ശൃംഖലയിലെ കൂടുതൽ പ്രവർത്തകരെ കണ്ടെത്തുവാനുള്ള ഊർജിത ശ്രമമാണ് നടന്നുവരുന്നത്. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകൾ, പണമിടപാട് രേഖകൾ, എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ എന്നിവയും പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ വനിതാ ഡോക്ടർമാർ കാശ്മീരിലെ ആശുപത്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്ന കാലത്ത് പരിചയപ്പെട്ട മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതനാണ് ഇവരെ തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മൗലവി ഇർഫാൻ ഈ സംഘത്തിന് ഗാസഹിന്ദ് പോലെയുള്ള തീവ്രവാദ ആശയങ്ങൾ പരിചയപ്പെടുത്തി. ഇയാളിൽ നിന്നാണ് ഇന്ത്യയിലുടനീളം ഓപ്പൺ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കാനും കൂടുതൽ ആളുകളെ ചേർത്ത് പ്രവർത്തന ശൃംഖല വിപുലീകരിക്കുവാനും ഇവർക്ക് പ്രേരണ ലഭിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാർ പൊട്ടിത്തെറിച്ച് 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഫരീദാബാദിലുള്ള അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് 2900 കിലോ സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും കണ്ടെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്. ഈ സ്ഫോടക വസ്തുക്കളുടെ കണ്ടെത്തലാണ് ഇന്ത്യയിലുടനീളം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ വൈറ്റ് കോളർ ഭീകരരുടെ ഒരു വലിയ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.